ഗ്രീക്ക് ഫിലോസഫറായിട്ടുള്ള അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുള്ളത് നമ്മൾ എന്തായി തീരണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ അറിവോ വിദ്യാഭ്യാസമോ ഒന്നുമല്ല, മറിച്ച് നമ്മുടെ ശീലങ്ങളാണ്. നമ്മൾ എല്ലാ ദിവസവും എന്ത് കാര്യമാണ് ചെയ്യുന്നത് എന്നതിന് അടിസ്ഥാനമായിട്ടാണ് നമ്മൾ ജീവിതത്തിൽ എന്തായി തീരുമെന്ന് നമുക്ക് പറയാൻ സാധിക്കുക. ഇതിന് നമുക്ക് തന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ നോക്കാവുന്നതാണ്. നന്നായി ഡ്രൈവ് ചെയ്യാൻ അറിയുന്ന ആളുകൾ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ ഒരു ശീലമെന്ന രീതിയിൽ ഡ്രൈവ് ചെയ്യുന്നവരായിരിക്കും. സ്റ്റീഫൻ ആർ കോവെ തൻ്റെ പുസ്തകം എഴുതാൻ വേണ്ടി 3000-ലധികം ഡിഫറെൻറ്റ് കാറ്റഗറിയിലുള്ള ഒരുപാടധികം സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെ മീറ്റ് ചെയ്യുകയും അവരെ ഇൻ്റർവ്യൂ ചെയ്യുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മനസ്സിലാക്കിയ ജീവിത പാഠങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയൊരു പുസ്തകമായിരുന്നു 7 Habits of Highly Effective People. അതുകൊണ്ട് തന്നെ ലോകത്ത് ജീവിച്ചിരുന്നിട്ടുള്ള 3000-ലധികം ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുടെ ജീവിതത്തിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് ഈ പുസ്തകമെന്ന് സംശയമേതുമില്ലാതെ നമുക്ക് പറയാം. എന്നാൽ സക്സസ് എന്ന് പറയുന്നത് റിച്ച് ആവാൻ വേണ്ടിയുള്ളതും അല്ലെങ്കിൽ ഗ്രോ ചെയ്യാൻ വേണ്ടിയുള്ളതും അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് പഠിക്കുക എന്നതും അല്ലെങ്കിൽ പബ്ലിക്കിൽ എങ്ങനെ പെരുമാറുക എന്നതും മാത്രമല്ല, മറിച്ച് ഒരു ഇൻസൈഡ് ഔട്ട് അപ്രോച്ചാണ് ഈ പുസ്തകത്തിൽ സ്റ്റീഫൻ നടത്തിയിട്ടുള്ളത്. ഒരു വ്യക്തി സക്സസ്ഫുൾ ആവണമെങ്കിൽ അയാളുടെ ക്യാരക്ടർ, അയാളുടെ വാല്യൂസ്, അയാളുടെ എത്തിക്സ്, അയാളുടെ ഹാബിറ്റ്സ് ഇവയെല്ലാം തന്നെ നല്ല രീതിയിൽ രൂപപ്പെടുത്തേണ്ടതുണ്ട്. ഇതിനെല്ലാം സഹായകമായിട്ടുള്ള 7 ഹാബിറ്റ്സിനെ പറ്റിയിട്ടാണ് സ്റ്റീഫൻ തൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. അതിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട 5 ഹാബിറ്റ്സാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ 5 ഹാബിറ്റ്സും നമ്മൾ ലൈഫിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നത് തീർച്ചയായും നമ്മളുടെ ജീവിതത്തെ ഒരുപാടധികം മാറ്റാനും ഒരുപാട് ഉയരങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാനും സാധിക്കുന്നതാണ്. ഒന്നാമത്തേത്, ബി എ പ്രൊആക്റ്റീവ് പേഴ്സൺ. സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള വിക്ടർ ഫ്രാങ്കലിൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മളോട് എങ്ങനെ പെരുമാറുമെന്ന കാര്യം നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല, അത് നമ്മുടെ കൺട്രോളിലല്ല എന്നാണ് പറയുന്നത്. എന്നാൽ അവരോട് നമ്മളെങ്ങനെ തിരിച്ച് റിയാക്ട് ചെയ്യുമെന്ന കാര്യം നമ്മുടെ കൺട്രോളിലാണെന്ന് അദ്ദേഹം പറയുന്നു. ഉദാഹരണത്തിന് നമ്മുടെ മുന്നിൽ 2 സർക്കിൾ ഉണ്ടെന്നും കരുതുക. ആദ്യത്തെ സർക്കിൾ എന്ന് പറയുന്നത് സർക്കിൾ ഓഫ് കൺസേൺ ആണ്. അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്തതാണ്. ഉദാഹരണത്തിന് കാലാവസ്ഥാ വ്യതിയാനം, മറ്റുള്ളവരുടെ പേഴ്സ്പെക്റ്റീവ്സ്, അതുപോലെ ഇക്കോണമി, മാർക്കറ്റിംഗ്, ട്രെൻഡ്സ്, ഇതൊന്നും നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എന്നാൽ രണ്ടാമത്തെ സർക്കിൾ എന്ന് പറയുന്നത് സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ് ആണ്. ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ചോയ്സസ്, നമ്മുടെ ഡിസിഷൻസ്, അതുപോലെ നമ്മുടെ ഹാബിറ്റ്സ്, ഇവയെല്ലാം തന്നെ നമ്മുടെ കൺട്രോളിലാണെന്ന കാര്യം നമ്മൾ മറക്കരുത്. ആളുകൾ അവരുടെ ജീവിതത്തെ 2 രീതിയിലാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തേത് റിയാക്റ്റീവ് പേഴ്സൺ ആയിട്ടാണ്, രണ്ടാമത്തേത് പ്രൊആക്റ്റീവ് പേഴ്സൺ ആയിട്ടാണ്. കൂടുതൽ ആളുകളും നമ്മുടെ ചുറ്റിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് റിയാക്റ്റീവ് ആയിട്ടുള്ള ആളുകളെ ആയിരിക്കും. റിയാക്റ്റീവ് ആയിട്ടുള്ള ആളുകളുടെ ഫോക്കസ് എപ്പോഴും സർക്കിൾ ഓഫ് കൺസേണിലായിരിക്കും. അതായത് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളിലായിരിക്കും അവർ കൂടുതലും അവരുടെ ചിന്തകളെ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും അവർ പെട്ടെന്ന് റിയാക്റ്റീവ് ആവുകയും അവരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾക്കെല്ലാം അവർ മറ്റുള്ളവരെ, ഉദാഹരണത്തിന് ഗവൺമെൻറ്റിനെ അല്ലെങ്കിൽ ഫാമിലിയെ അല്ലെങ്കിൽ സമൂഹത്തെയൊക്കെ കുറ്റം പറയാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു. അതേസമയം പ്രൊആക്റ്റീവ് ആയിട്ടുള്ള ആളുകൾ ഇവരിൽ നിന്നും വ്യത്യസ്തമായി തങ്ങളുടെ ഫോക്കസ് കൃത്യമായി സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസിൽ മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർ അവരുടെ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളുടെ റിസൾട്ടാണ്, അവരുടെ ചോയ്സസിൻ്റെ റിസൾട്ടാണ് അവരുടെ ജീവിതം എന്നുള്ള കാര്യം അവർക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. പ്രൊആക്റ്റീവ് ആയിട്ടുള്ള ആളുകൾ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ മാത്രമേ ഫോക്കസ് ചെയ്യാറുള്ളൂ. അവരുടെ കൺട്രോളിലില്ലാത്ത കാര്യങ്ങളെപ്പറ്റി അവർ റിയാക്ട് ചെയ്യാറില്ല. അതുതന്നെയാണ് റിയാക്റ്റീവും പ്രൊആക്റ്റീവും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. റിയാക്റ്റീവ് ആയിട്ടുള്ള ആളുകൾ ആദ്യം റിയാക്ട് ചെയ്യുകയും അതിനുശേഷം മാത്രമാണ് കാര്യം എന്താണെന്ന് ആലോചിക്കുകയും ചെയ്യുന്നുള്ളൂ. എന്നാൽ പ്രൊആക്റ്റീവ് ആയിട്ടുള്ള ആളുകൾ ആദ്യം വിഷയത്തെ കൃത്യമായി അനലൈസ് ചെയ്യുകയും അതിനെപ്പറ്റി ആലോചിച്ചതിന് ശേഷം മാത്രമേ റിയാക്ട് ചെയ്യുകയും ചെയ്യുന്നുള്ളൂ. അടുത്ത പോയിന്റിലേക്ക് പോകുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ശരിയായ പരിശ്രമം നടത്തിയാൽ നിങ്ങളുടെ മുന്നിൽ അവസരങ്ങൾ പ്രത്യക്ഷപ്പെടും. കഠിനാധ്വാനവും വിജയവും കൈകോർക്കും. നവനീത് റെഡ്ഡിയുടെ കഥ കേട്ട് നോക്കൂ. ഹൈദരാബാദിനകത്തുള്ള ചെറിയൊരു വില്ലേജിലായിരുന്നു നവനീത് റെഡ്ഡി ജീവിച്ചിരുന്നത്. നവനീത് ചെറിയൊരു ഗ്രാമത്തിലാണ് ജനിച്ചത്. പക്ഷെ അവന്റെ സ്വപ്നങ്ങൾ വളരെ വലുതായിരുന്നു. ആ സ്വപ്നങ്ങൾ നിറവേറ്റാൻ അവൻ കഠിനാധ്വാനം ചെയ്തു. ഇന്നവൻ മോയിൻഗേജിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറുടെ ജോലി ഏറ്റെടുത്തിരിക്കുന്നു. അവന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എല്ലാം വളരെ സിമ്പിളാണ്. അവന്റെ അച്ഛൻ ഒരു കർഷകനാണ്. കുട്ടിക്കാലം മുതൽ അവൻ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ വളരെ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. ചെറിയ TV റിമോട്ടുകൾ, അതുപോലെ കമ്പ്യൂട്ടറുകൾ, ഇതിനെക്കുറിച്ചെല്ലാം പഠിക്കാൻ ശ്രമിക്കുമായിരുന്നു. പിന്നെ അവൻ കോഡിംഗ് പഠിക്കുവാൻ തുടങ്ങി. പിന്നെ കോഡിംഗ് സ്കിൽ പഠിച്ചതിന് ശേഷം വലിയ വലിയ കമ്പനികളിൽ തന്റെ കഴിവ് പ്രകടിപ്പിക്കുവാൻ തുടങ്ങി. ഈ സമയത്താണ് അവൻ റീലെവലിനെ കുറിച്ച് അറിയുന്നത്. റീലെവലിൽ ഒരു ടെസ്റ്റ് നടത്തി ജോലി കിട്ടി, അതും 15 ദിവസത്തിനുള്ളിൽ. ഇങ്ങനെയാണ് റീലെവൽ. ഇന്ത്യയിൽ എവിടെ നിന്നും നിങ്ങൾക്ക് ജോലിക്ക് യോഗ്യരാകാം.
നവനീതിന്റെ നേട്ടം കഠിനാധ്വാനത്തിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. റീലെവലിലൂടെ ഓരോ വ്യക്തിക്കും സ്വന്തം കരിയർ രൂപപ്പെടുത്തുവാൻ കഴിയും. സ്വന്തം നിലയിൽ കഠിനാധ്വാനം കൊണ്ടാണ് നവനീത് തന്റെ കരിയർ രൂപപ്പെടുത്തിയെടുത്തത്. ഇന്ന് നവനീതിന്റെ കുടുംബം മുഴുവൻ അഭിമാനിക്കുന്നു. ഇതുവരെ 42 കോടി രൂപയുടെ ജോലികളാണ് റീലെവൽ നൽകിയത്. കഴിഞ്ഞ മാസമാണ് നവനീതിന് ജോലി ലഭിച്ചത്. ഓരോ ദിവസവും 36 ലക്ഷം രൂപയുടെ ജോലികൾ നൽകുന്നു. ഇന്ത്യയിൽ ഉടനീളം നിങ്ങൾക്ക് റീലെവലിന്റെ കാൻഡിഡേറ്റുകളെയും അവരുടെ ഹോർഡിങ്ങുകളെയും ഒക്കെ കാണാം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് റീലെവൽ ഗ്രാഫിക് പോലെയുള്ള വിഭാഗങ്ങൾക്കായി 5 പുതിയ ടെസ്റ്റുകൾ അവതരിപ്പിച്ചു. ഡിസൈൻ, ഫിനാൻസ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്. അതിനർത്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ശ്രമിക്കാം. സെയിൽസ്, പ്രോഗ്രാമിംഗ്, പ്രൊഡക്റ്റ് മാനേജ്മെന്റ് എന്നിവയിൽ ഉൾപ്പെടെ 18 വിഭാഗങ്ങളിലായി ടെസ്റ്റുകളിലൂടെ ജോലി നേടാൻ പറ്റും. മാത്രമല്ല ഇതിൽ മാനേജ്മെന്റ്, അനലറ്റിക്, HR തുടങ്ങിയ പലതും ഉൾപ്പെടുന്നുണ്ട്. നിങ്ങളുടെ നിലവിലുള്ള കരിയർ നിങ്ങൾക്ക് തൃപ്തികരമല്ലെങ്കിൽ, അല്ലെങ്കിൽ നവനീതിനെ പോലെ ഇന്ത്യയിലെ മികച്ച ഒരു കമ്പനിയിൽ ജോലി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ റീലെവൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു പ്ലാറ്റ്ഫോമാണ്. ഇതിലൊരു ഗ്രാജുവേഷനോ എക്സ്പീരിയൻസോ ആവശ്യമില്ല. ആവശ്യമായിട്ടുള്ളത് കഴിവുകൾ മാത്രമാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. ഇന്ന് തന്നെ റീലെവലിന്റെ ഒരു ടെസ്റ്റിൽ പങ്കെടുത്ത് നോക്കൂ. ശരി, ബാക്ക് ടു ദ വീഡിയോ. രണ്ടാമത്തേത്, ബിഗിൻ വിത്ത് ദി എൻഡ് ഇൻ ദി മൈൻഡ്. നമ്മൾ ലൈഫിൽ ഒരു യാത്ര പോവുകയാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങോട്ടേക്കാണ് യാത്ര പോകുന്നത് എന്നതിൻ്റെ കൃത്യമായൊരു മാപ്പ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം എന്നാണ് ഈ ഒരു പോയിന്റ് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളുടെ മനസ്സിൽ കൃത്യമായൊരു മൈൻഡ് മാപ്പ് ഉണ്ടായിരിക്കണം. അത് നമ്മുടെ ഡെസ്റ്റിനേഷനും അതുപോലെ നമ്മുടെ ജേണിയെയും കൃത്യമായി തന്നെ അതിൽ അടയാളപ്പെടുത്തിയിരിക്കുകയും വേണം. പലപ്പോഴും ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ പറ്റിപ്പോകുന്നൊരു പിഴവ് എന്ന് പറയുന്നത് അവരുടെ ഫൈനൽ ഗോളിനെ പറ്റിയോ ഡെസ്റ്റിനേഷനെ പറ്റിയോ യാതൊരു ധാരണയും ഇല്ലാതിരിക്കുന്നതാണ്. ഉദാഹരണത്തിന്, നല്ലൊരു ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം ആ ജോലിയിൽ എത്താവുന്നത്രയും ഉയരത്തിലെത്തിയിരിക്കുമ്പോൾ പോലും നമുക്ക് ജീവിതത്തിൽ ഒരു വിരക്തിയോ മടുപ്പോ ഒക്കെ തോന്നാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ആഗ്രഹിച്ച ജീവിതം ഇതൊന്നുമല്ല, നമുക്ക് എത്തേണ്ടുന്ന ഉയരം ഇതൊന്നുമായിരുന്നില്ല. നമ്മുടെ ആഗ്രഹവും നമ്മുടെ ഫൈനൽ ഗോളും ഒക്കെ വേറെ എന്തൊക്കെയോ ആയിരുന്നു. നമ്മൾ അവിടെയല്ല ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന എന്നൊരു തിരിച്ചറിവ് കാരണമാണ് ഇത്തരത്തിലൊരു വിരക്തി നമ്മുടെ ജീവിതത്തിൽ വരാനുള്ളത്. ഓത്തറിൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ നമ്മുടെ എൻഡ് ഗോളിനെ പറ്റി കൃത്യമായൊരു ധാരണ മനസ്സിൽ ഉണ്ടാക്കുകയും ആ ജേണിയിൽ നമ്മൾ ഏതൊക്കെ യാത്രാ പടവുകൾ കടന്നു പോകണം എന്ന തീരുമാനം നമ്മൾ എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ എന്തെല്ലാം തന്നെ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും വന്നാലും നമ്മൾ അതിനെ അച്ചീവ് ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത്. മൂന്നാമത്തേത്, പുട്ട് ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് കൃത്യമായി ഒരു ജേണിയും ഒരു എൻഡ് ഗോളും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇവിടെ നമുക്ക് സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അല്ലാതെ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന്, നമ്മൾ ഒരു കോളേജ് ഡിഗ്രി പെർസ്യൂ ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു ജോബ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് കരുതുക. നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഡിഗ്രിയും നമ്മുടെ ജോലിയും ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻറ്റുമാണ്. അവ കൃത്യമായി ചെയ്യുകയും വേണം. എന്നാൽ ഈ ഒരു കാരണം കൊണ്ട് തന്നെ നമുക്ക് ടൈം മാനേജ്മെൻറ്റ് എന്നൊരു പ്രശ്നം ഉണ്ടാവുകയും മറ്റു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമുക്ക് സമയം കിട്ടാതെ പോവുകയും ചെയ്യുന്നു. എന്നാൽ കൃത്യമായി നമ്മൾ സെൽഫ് മാനേജ്മെൻറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് എല്ലാത്തിനുമായിട്ടുള്ള സമയം കണ്ടെത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ പ്രയോറിറ്റീസ് നമ്മൾ കൃത്യമായി ജോട്ട് ഡൗൺ ചെയ്തതിന് ശേഷം ഏറ്റവും അധികം ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കുന്നത് എന്ത് കാര്യത്തിനാണ്, ആ കാര്യത്തിന് കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം തീർച്ചയായിട്ടും നമ്മുടെ പ്രയോറിറ്റീസിന് വേണ്ടി കൂടുതൽ സമയം കണ്ടെത്താൻ നമുക്ക് എളുപ്പത്തിൽ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ നമ്മുടെ ടൈം മാനേജ് ചെയ്യുന്നതിലൂടെ നമുക്ക് കൃത്യമായി നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയും മാത്രമല്ല നമ്മൾ ലൈഫിൽ ഒന്നും മിസ് ഔട്ട് ആവാതെയും പോകുന്നു. ഉദാഹരണത്തിന്, നമ്മുടെ സുഹൃത്തുക്കളുടെ കൂടെയും ഫാമിലിയുടെ കൂടെയും ടൈം സ്പെൻഡ് ചെയ്യുന്നതും തീർച്ചയായിട്ടും ഒരു പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യം തന്നെയാണ്. അതിനുവേണ്ടിയും സമയം കണ്ടെത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ നമ്മൾ കൃത്യമായി ജോട്ട് ഡൗൺ ചെയ്യുകയും എല്ലാം കൃത്യമായി പ്ലാൻ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഗോൾസ് എല്ലാം തന്നെ അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നാലാമത്തേത്, തിങ്ക് വിൻ വിൻ. നമുക്കറിയാം, ഇന്നത്തെ സമൂഹത്തിൽ കൂടുതൽ ആളുകളും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അവരുടെ കൂടെ ജോലി ചെയ്യുന്നവരെയും അവരുടെ കൊലീഗ്സിനെയും എംപ്ലോയീസിനെയും ഈവൻ അവരുടെ കസ്റ്റമേഴ്സിനെ പോലും പറ്റിക്കാനും അല്ലെങ്കിൽ അവരിൽ നിന്നും കൂടുതൽ ലാഭം കൊള്ളയടിക്കാനും വേണ്ടി ശ്രമിക്കുന്നവരാണ്. ഉദാഹരണത്തിന്, ഒരു സെയിൽസ് പേഴ്സൺ തൻ്റെ കയ്യിലുള്ള പ്രൊഡക്റ്റിനെ എങ്ങനെയെങ്കിലും കസ്റ്റമറിന് വിൽക്കണമെന്ന ഒറ്റ ലക്ഷ്യമുള്ള ആളായിരിക്കാം. അവർ ഒരിക്കലും അത് കസ്റ്റമറിന് യോജിക്കുന്നതാണോ അല്ലെങ്കിൽ കസ്റ്റമറിന് അതിൻ്റെ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ അത് കസ്റ്റമറിന് ഉപകാരപ്പെടുമോ എന്നൊന്നും ആലോചിക്കാതെ അവരുടെ സെയിൽസ് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി മാത്രം താല്പര്യപ്പെടുന്നവരായിരിക്കാം. അതുപോലെ സ്വന്തമായി കമ്പനിയൊക്കെ റൺ ചെയ്യുന്ന ചില ആളുകൾ അവരുടെ എംപ്ലോയീസിനെ പരമാവധി പണിയെടുപ്പിക്കുകയും എന്നാൽ അതിൻ്റെ 10% പോലും സാലറി കൊടുക്കുകയോ ചെയ്യാത്ത ആളുകളായിരിക്കാം. അവരിൽ നിന്നും പറ്റാവുന്നത്രയും ലാഭം കൊള്ളയടിക്കുക എന്നത് മാത്രമാണ് അവരെ കൊണ്ട് അടിമപ്പണി എടുപ്പിക്കുകയും അവർക്ക് അർഹിക്കുന്ന മതിയായ വേതനം നൽകാതിരിക്കുന്നതുമൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വളരെയധികം കാണാൻ സാധിക്കുന്നൊരു ട്രെൻഡാണ്. എന്നാൽ യഥാർത്ഥത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നവരല്ല.
ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ ലൈഫിൽ പെട്ടെന്നൊന്നും സക്സസ്ഫുൾ ആവുകയുമില്ല. യഥാർത്ഥത്തിൽ ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുടെ ചിന്താഗതി എന്ന് പറയുന്നത് വിൻ വിൻ ചിന്താഗതിയായിരിക്കും. അതായത് അവരും അതുപോലെ അവരുടെ കൂടെയുള്ളവരും ഒരുപോലെ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും യഥാർത്ഥത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ. ഒരിക്കലും മറ്റുള്ളവർ തോൽക്കുകയോ അല്ലെങ്കിൽ അവരെക്കാൾ നമ്മൾ സുപ്പീരിയർ ആയതുകൊണ്ട് നമ്മൾ കൂടുതൽ ലാഭമുണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ അവർക്ക് അർഹിക്കുന്ന ഒരു ലാഭം ലഭിക്കാതെ പോകണമെന്നോ ഒന്നും അവർ ആഗ്രഹിക്കില്ല. മറിച്ച് വളരെയധികം സമഭാവനയോടുകൂടി തൻ്റെ കൂടെയുള്ളവരുമായി പെരുമാറാൻ അവർക്ക് സാധിക്കും. ഇതിനെയാണ് ഓഥർ വിൻ വിൻ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളും നമ്മുടെ കൂടെയുള്ളവരും ഒരുപോലെ വിജയിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടാവുന്നത്. അഞ്ചാമത്തേത് സീക്ക് ഫസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദാൻ ടു ബി അണ്ടർസ്റ്റുഡ്. നമ്മൾ പലപ്പോഴും ഒരു വ്യക്തിയുമായി സംസാരിക്കുന്ന സമയത്തോ ഒരുപക്ഷെ ഒരു ആർഗ്യുമെൻ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തോ പോലും നമ്മുടെ പോയിന്റ് കൃത്യമായി വ്യക്തമാക്കാൻ ശ്രമിക്കുകയും അവർ പറയുന്ന കാര്യങ്ങൾക്ക് ചെവി കൊടുക്കാതിരിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ ആർഗ്യൂ ചെയ്യുന്ന സമയത്താണെങ്കിലും അല്ലാതെ സംസാരിക്കുന്ന സമയത്താണെങ്കിൽ പോലും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മറ്റുള്ളവരെ മനസ്സിലാക്കുക, അവർക്ക് പറയാനുള്ളതിന് ലിസൺ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ആക്റ്റീവ് ലിസണിങ് എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് വേണ്ട ഒരു സ്കില്ലാണ്. സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ നല്ല ആക്റ്റീവ് ലിസണേഴ്സ് ആയിരിക്കണം എന്നുള്ളത് വളരെയധികം നിർബന്ധമുള്ളൊരു കാര്യം തന്നെയാണ്. ആക്റ്റീവ് ലിസണിങ് ചെയ്യാൻ സാധിക്കുന്ന ആളുകൾ കൂടുതൽ എംപത്തറ്റിക് ആയിരിക്കും. അതായത് മറ്റുള്ളവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് ചിന്തിക്കാൻ അവർക്ക് സാധിക്കുകയും അവരെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വളരെയധികം ആർഗ്യുമെൻറ്റിൽ പോവേണ്ടിയിരുന്ന കാര്യങ്ങൾ പോലും വളരെയധികം പീസ്ഫുള്ളായിട്ട് സംസാരിച്ച് തീർക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ അവരുടെ പ്രോബ്ലം റിസോൾവ് ചെയ്യാനും കോൺഫ്ലിക്റ്റുകളെയൊക്കെ അവോയ്ഡ് ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്കില്ല് തന്നെയാണ് ആക്റ്റീവ് ആൻഡ് എംപത്തറ്റിക് ലിസണിങ് എന്ന് പറയുന്നത്. ലൈഫിൽ സക്സസ്ഫുൾ ആവണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു സ്കില്ലും പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. സ്റ്റീഫൻ ആർ കോവിയുടെ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിൾ എന്ന പുസ്തകത്തിൽ നിന്നും എടുത്ത വളരെ പ്രധാനപ്പെട്ട 5 ഹാബിറ്റ്സ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത്. തീർച്ചയായിട്ടും ലൈഫിൽ സക്സസ്ഫുൾ ആവണമെന്നും ഹൈലി ഇഫക്റ്റീവ് ആവണമെന്നും ആഗ്രഹിക്കുന്നവർ തീർച്ചയായും പാലിക്കേണ്ട 5 ഹാബിറ്റ്സ് തന്നെയാണ് ഇവ. നിങ്ങളുടെ ലൈഫിലും ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ലൈഫിൽ സക്സസ്ഫുൾ ആവാൻ വേണ്ടി കൂടുതൽ പരിശ്രമിക്കുക.